ഹലോ ഹായ് നമസ്കാരം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഹൈദരാബാദ് ലോഡ് ഇറക്കിയതിന് ശേഷം നമ്മൾ താണ്ടൂർക്കാണ് വന്നിട്ടുള്ളത്. നമ്മൾ താണ്ടൂരാണ് ഉള്ളത്. നമ്മൾ താണ്ടൂർ കല്ല് കയറ്റാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമുക്ക് വയനാട്ടിലേക്കാണ് ലോഡായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സൈറ്റിലെത്തിയതാണ്. ഇതുപോലത്തെ ഒരുപാട് ഷോപ്പിൽ പോയിട്ട് ഇങ്ങനെ നടന്നിട്ട് വേണം നമ്മൾ ലോഡ് കയറ്റാൻ. പിന്നെ ഫസ്റ്റ് നമുക്ക് ഇവിടെ നിന്നാണ് കയറ്റാനുള്ളത്. ബോഡിയിൽ വെള്ളം പോരാ, കല്ല് സ്മൂത്തായിട്ട് നീങ്ങി പോവാണ്. അപ്പോൾ വെള്ളം പറഞ്ഞിട്ട് കഴിഞ്ഞാൽ കല്ലൊന്നും കൂടി സ്മൂത്തായിട്ട് പോയിക്കോളും. ഇതൊക്കെ കഷ്ടമുള്ള കല്ലാണ്. പല ഐറ്റംസ്, ചെറുത് വലുത്, കനമുള്ളത് കനമില്ലാത്ത, ഗ്ലേസിങ് വരുത്താം, ഫിനിഷിങ് വരുത്താം. ഫിനിഷിങ് വരുത്താം. അവിടെ കല്ല് ഷേപ്പ് വരുത്തുക. കല്ല് വെച്ചിക്കാണ്ട് രണ്ട് കല്ല് വെച്ച് ലൈന് കട്ട് ചെയ്യിക്കാം, ഷേപ്പാക്കാം. രണ്ട് സൈഡ് രണ്ട് ബ്ലേഡാണ്. എല്ലാം സൈഡ് ഇപ്പം ലോഡിങ് തുടങ്ങിയിട്ടുണ്ട്. മെഷീൻ്റെ ശബ്ദം മാത്രമേ ഉള്ളൂ. നമ്മളെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടെന്ന് കരുതണം. അത് ലൈന് ചെക്ക് ചെയ്യാൻ തോന്നുന്നു. അരിച്ചാക്കൊക്കെ കയറ്റുന്ന ഒരു ലൈന് വെക്കുന്നുണ്ട്. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് 10 11 12 ലൈന്, 12 ലൈൻ. ഇവിടൊക്കെ വലുതാണ്, ഇപ്പുറത്തൊക്കെ ചെറിയ പീസുകളാണ്. കട്ടിങ് റൈസിങ് നടക്കണം. 3 വിധം പല്ലുണ്ട്. 3 വിധം വീല് വെച്ചിട്ടാണ് ശരി ഓരോ ക്ലിയർ ചെയ്യുന്നത്. ഇത് 2 പല്ല്, ഇതൊരു പല്ല്. അപ്പോൾ രണ്ടാമത്തെ സൈറ്റിലെത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് സാധനമുള്ളൂ കയറ്റാൻ. ചെറിയ പീസുകളാണ്, ചെറുതല്ല കനം കുറഞ്ഞ പീസുകളാണ് ഇവിടെ കയറ്റാനുള്ളത്. നമ്മൾ ഫസ്റ്റ് സൈറ്റിന് ഏകദേശം ഒരു ഭാഗത്തോളം കയറ്റിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് കയറ്റാനുള്ളൂ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സൈറ്റ് ഇനി എത്ര എണ്ണം ഉണ്ടെന്നറിയില്ല.
അപ്പോൾ 5ാമത്തെ സൈറ്റിലെത്തിയിട്ടുണ്ട് നമ്മൾ. മൊത്തം നമുക്ക് 5 സൈറ്റാണ്. ഇവിടുന്ന് ഫുള്ളാകുമെന്നാണ് ഇവർ പറഞ്ഞത്. ഇതിന് മുമ്പ് 4 സൈറ്റ്, 4ാമത്തെ സൈറ്റ് എത്തുന്നതിന് ശേഷം 3/4 ഭാഗമാണ്. അപ്പോൾ ഇവിടുന്ന് ഫുള്ളാവും. തേങ്ങൻ്റെയൊക്കെ ലോഡിങ് നടക്കുന്നുണ്ട്. ഇപ്പം നല്ല ചാനുള്ള പീസാണ്. നമ്മളെ ലോഡ് കയറ്റി കഴിഞ്ഞിട്ടുണ്ട്. അടക്കി പെറുക്കി വെച്ചതിന് നമുക്ക് ബില്ല് കിട്ടണം. ബില്ല് കിട്ടിയാൽ നമ്മളെ യാത്ര തുടരാം. വയനാട്ടിലേക്കുള്ള അപ്പോൾ ലോഡൊക്കെ ഫുള്ളായി. നമ്മൾ ബ്രിഡ്ജിൽ വന്നു, സ്റ്റേറ്റ് ബ്രിഡ്ജിൽ വന്നാണ്. തൂക്കിയിട്ടുണ്ട് 25,160. എല്ലാം കണ്ട് എന്തായാലും 150ഉം 200ഒക്കെ മാറ്റം വരും. കറക്റ്റായിട്ട് കിട്ടില്ലല്ലോ. അതിന് ബില്ലെത്തണം. ബില്ലിന് വെയിറ്റ് ചെയ്യണം. വണ്ടി മുകളിലും ഒതുക്കി നിർത്തിയതിൻ്റെ ശേഷം നല്ല വെയിലും അപ്പോൾ ബില്ലൊക്കെ കിട്ടി. നമ്മൾ യാത്ര പുറപ്പെട്ടിട്ടുണ്ട്. റോഡ് വർക്കാണ്, ഫുള്ള് റോഡ് വർക്കാണ്. എവിടെ പോയാലും റോഡ് പണി. റോഡ് വീതി കൂട്ടി പണിയെടുക്കുക. അപ്പോൾ നമ്മൾ കാക്കാക്ക് കുറച്ച് നേരം റെസ്റ്റ് സമയം കൊടുത്താണ്. കാക്ക കുറച്ച് നേരം ഉറങ്ങിയാലേ ഹൈവേയിൽ എത്തിക്കഴിഞ്ഞാൽ കാക്ക കുറച്ച് നേരം ഓട്ടാൻ കൊടുക്കാം. അപ്പോൾ എനിക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. ഇവിടെയൊക്കെ പണി കഴിഞ്ഞു. കുറേ സ്ഥലത്ത് പണി കഴിഞ്ഞിരിക്കണം, കുറേ സ്ഥലത്ത് പണി കഴിഞ്ഞിട്ടില്ല. നെൽപ്പാടം കൃഷികളാണ്. നമ്മുടെ മാങ്ങൻ്റെ മാമ്പഴത്തിൻ്റെ കുറേ കൃഷികളുണ്ട്. കാന്തിരിന്നാണ് ഇതിൻ്റെ നാട്ടിൽ. അപ്പോൾ ഒരു ഈവനിങ് ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പോൾ ഇവിടെ ഒരു ചായക്കട കയറി. ചായക്കടൻ്റെ പേര് ചായ് ബണ്ടിയാണ്. ദുക്കാനെന്നല്ല, ചായ് ബണ്ടി. സമാനം ബൈക്കും ചക്കന്മാരുണ്ട്. ഈവനിങ് ചായ അടിച്ചാൽ മതി. അപ്പോൾ നമ്മളെ യാത്ര കർണാടക മലവള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മൾ രാവിലത്തെ ടിഫിൻ കഴിക്കാൻ വേണ്ടിയിട്ട് സൈഡാക്കിയത്. നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഒരു കട ഉണ്ട് രാവിലെ. അപ്പോൾ ദോശ കഴിച്ച് പിന്നെ ഇങ്ങനെ പോട്ട യാത്ര തന്നെ. കർണാടക മലവള്ളിയിലാണല്ലോ കേട്ടോ. നമുക്ക് നേരെ കൊല്ലേകാൽ, അത് കഴിഞ്ഞ ചാമരാജ് നഗറിൽ നമ്മൾ തിരിഞ്ഞ് ഗുണ്ടൽപേട്ട പോയി ചേരും. പിന്നെ ഗുണ്ടൽപേട്ട മുത്തങ്ങ വഴി നമ്മൾ വയനാട്ടിൽ പോവും. പാർട്ടിക്ക് വിളിച്ച് ലൊക്കേഷൻ വിട്ടുതരാൻ പറയണം. അപ്പോൾ ആ ചാമരാജ് നഗർ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ സത്യമംഗലം കോയമ്പത്തൂർ, ചാമരാജ് നഗർ അടുത്തേക്ക്, സത്യമംഗലം കോയമ്പത്തൂരൊക്കെ വരത്തേക്ക് നമ്മൾ 2 കിലോമീറ്റർ 3 കിലോമീറ്റർ പോയിട്ട് നമ്മളിനി റൈറ്റൊക്കെ തിരിക്കും. സത്യമംഗലം. ആ
കാക്ക ഒരു തണുത്ത വെള്ളം വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ്. കാണാനില്ല. അപ്പോൾ നമ്മുടെ യാത്ര ഗുണ്ടൽപേട്ട എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇവിടുന്ന് ഡീസൽ ഫുള്ളാക്കുകയാണ്. നമ്മൾ ഹൈദരാബാദ് പോയപ്പോൾ കർണാടക ബോർഡറിൽ നിന്ന് ഫുള്ളാക്കി പോയതാണ്. പിന്നെ തിരിച്ച് ബോർഡറിൽ വന്നിട്ട് ഒരു 100 ലിറ്റർ ഡീസലും കൂടി അടിച്ചു. അപ്പോൾ ഇവിടുന്ന് ഫുള്ളാക്കുകയാണ്. അപ്പോൾ നമുക്കിന്ന് എത്ര ലിറ്റർ ഇവിടുന്ന് ഫുള്ളാവുന്നുണ്ട് നോക്കാം. ഗേറ്റൊക്കെ ഉണ്ട് പമ്പിന് കേട്ടോ, നല്ല റിസോർട്ടിൻ്റെ ഒക്കെ മാതിരി. എവിടെ എത്തിയ നമ്മുടെ ഡീസലടി നടന്നുകൊണ്ടിരിക്കുന്നു. തീരുമാനമായോ? 306 ലിറ്റർ. 406 ലിറ്റർ ഡീസൽ നമ്മൾ അടിച്ച് അങ്ങോട്ട് പോയപ്പോൾ നമുക്ക് ടണ്ണ് കുറവായിരുന്നു. അതുകൊണ്ട് കുറച്ചൊരു മൈലേജ് കിട്ടിയിട്ടുണ്ടാവും. അങ്ങോട്ട് 25 ടണ്ണായതുണ്ട്. കിലോമീറ്റർ എത്തുന്നൊക്കെ കണക്കൊന്ന് കൂട്ടി നോക്കണം മൈലേജ് എത്ര കിട്ടിയെന്നില്ല മൊത്തം ടോട്ടലായിട്ട്. പിന്നെ ഭക്ഷണം എന്തെങ്കിലും കഴിക്കണം. നേരം 2 മണി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഡീസലടി കഴിഞ്ഞു. നമ്മൾ ആഡ്ബിൾ ഫില്ലാക്കി. ഇവിടെ ഒരു ഹോട്ടലുണ്ട്. നമ്മളിങ്ങനെ മുത്തങ്ങ റോട്ടിൽ വന്ന് ബിരിയാണി കോർണർ എന്താണുള്ളത് എന്ന്, ബിരിയാണി മാത്രമേ ഉള്ളൂ, വേറെ എന്താ ഉള്ളതെന്ന് പോയേക്കാം. അപ്പോൾ അതാ ഈ ബോർഡുമുള്ള ഐറ്റംസാണ് ഇവിടെ ഭക്ഷണമുള്ളത്. അപ്പോൾ നമ്മൾ 2 ഹാഫ് ബിരിയാണി കഴിച്ചു. ടോള് മൊത്തം റോട്ടിൽ ടോള് കഴിഞ്ഞ ഉടനെ തന്നെയാണ്. സാധാരണ വണ്ടിക്കാരൊക്കെ പാർക്ക് ചെയ്യേണ്ട സ്ഥലമാണ്. വണ്ടി പാർക്കിങ് കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ നമ്മൾ ഇറങ്ങി ഭക്ഷണം കഴിച്ചത്. അപ്പം നമ്മൾ വയനാട് പടിഞ്ഞാറേത്തറ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. പടിഞ്ഞാറേത്തറ എത്തിയില്ല, 2-3 കിലോമീറ്റർ കൂടി പോകണം പടിഞ്ഞാറേത്തറക്ക്. അതിന് മുമ്പ് നമ്മളുടെ സ്ഥലം കിട്ടിയപ്പോൾ നിർത്തിയതാണ്. ഭയങ്കര കോടയാണ് അവിടെ, അതല്ലേ. ഇപ്പോൾ രാത്രി 10 മണി. അപ്പോൾ നാളെ വൈകിട്ട് ലോഡ് ഇറക്കുള്ളൂ, ഞായറാഴ്ച. അപ്പോൾ അവർ വിളിച്ചിട്ട് അങ്ങോട്ട് ചെന്നാൽ മതി എന്ന് പറഞ്ഞിട്ട്. നമുക്ക് സ്പോട്ട് എന്താണ് അവസ്ഥ എന്നറിയില്ലല്ലോ. അപ്പോൾ ആളില്ലാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നിർത്താനൊന്നും സൗകര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് ഗ്യാപ്പ് കിട്ടിയപ്പോഴേ നിർത്തിയതാ. നല്ല കോടയാണ്, കോടയിലിങ്ങനെ മൂടി നിൽക്കുക. കടകളൊന്നും കാണുന്നില്ല. അപ്പം ഇന്നലെ രാത്രി നിർത്തി അവിടുന്ന് നമ്മൾ വണ്ടി എടുത്തിട്ട് പോകുന്ന നമ്മളെ സൈറ്റ് കുറച്ചും കൂടി അടുപ്പിച്ച് വെക്കാമെന്ന് കരുതി. അപ്പം നമ്മൾ കൗമന്നം എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. അവിടെ ടൗൺ ഇവിടെ നിന്ന് അങ്ങോട്ടാണ്. അപ്പോൾ നമ്മൾ അവിടെ ടൗണ് കഴിച്ചിട്ട് ഇങ്ങനെ നിർത്തിയേക്കാണ്. പിന്നെ നമുക്ക് ഈ കൗമന്നം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് നമുക്ക് തിരിഞ്ഞു പോകുള്ളൂ. ഇവിടെ തിരിഞ്ഞിട്ട് 2.5 കിലോമീറ്റർ ഉള്ളിലേക്കാണ് സൈറ്റ് വരുന്നത്. ഇവിടെ ഇങ്ങനെ നിർത്തി നമ്മൾ പടിഞ്ഞാറേത്തറ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ബീഫൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാം. ആ കാക്ക കുക്കിങ്ങിലാണ്. ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ വെളി വെളിച്ചെണ്ണ കട്ടായോ? അപ്പം ഇനി പണിക്കാർ വന്നിട്ട് വൈകുന്നേരം സൈറ്റിലേക്ക് പോവാം. ഇവിടുന്ന് തിരിഞ്ഞ് ചെറിയ റോഡാണ്, 2 കിലോമീറ്റർ 2.5 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകണം. രസം ഉണ്ടാക്കി വെച്ചാൽ അത് കഴിക്കാം. പിന്നെ ഭക്ഷണം ഹോട്ടൽ ഒക്കെ തപ്പി നടക്കേണ്ടി വരും. നമ്മളെ കൽപ്പറ്റ പോണ റോഡാണ്. നേരെ ലോഡ് ഇറക്കിയിട്ട് നേരെ ഈ റോട്ടിൽ ഇങ്ങനെ പോയാൽ
നമുക്ക് കൽപ്പറ്റ ടൗണൊക്കെ എത്താം. ഒരു 10-12 കിലോമീറ്റർ എന്തോ ഉള്ളൂ ഇവിടുന്ന്. നമ്മളിപ്പോൾ ഇതുവഴി ഇവിടെ നിന്നാണ് വന്നത്. നമുക്ക് അവിടെ തന്നെയാണ് ഇവിടെ ഇറക്കാൻ പോകുള്ളൂ. ഇവിടെ ടൗണിൻ്റെ അപ്പുറത്താണ് റോഡ് തിരിയണത്. അപ്പോൾ അവിടെ നിർത്താൻ സ്ഥലമല്ല, അതുകൊണ്ട് കുറച്ചുകൂടി ഇങ്ങോട്ട് മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ അതാ നമ്മളെ ലോഡ് അൺലോഡിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. നേരം 9:20. ഇത് റോഡ് വരുന്നത് നമ്മളെ മാനന്തവാടി വൈത്തിരി റോഡാണ്. നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന റോഡ് കൽപ്പറ്റ മാനന്തവാടി റോഡിലായിരുന്നു. അപ്പോൾ അവിടെ വന്നിട്ട് പാർട്ടി നമ്മളെ കൂട്ടിയിട്ട് കൊടുക്കുന്നതാണ് ഇങ്ങോട്ട്. എന്താ 8-ാം മൈൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സർക്കാർ ആയുർവേദ ഡിസ്പെൻസറി. അപ്പോൾ ലോഡ് ഇവിടെ ഫുൾ അൺലോഡാവും. മാറ്റി കയറ്റിയിട്ട് പോവുകയാണ്. ഒരു മേൽഭാഗത്തേക്ക് ചെറിയ റോഡാണ്. റോഡിൽ നിന്ന് മാറ്റി കയറ്റി കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതാ ഫസ്റ്റ് ലോഡ് നമ്മളെ നിസാൻ പോയിട്ടുണ്ട്. ലോഡും കൊണ്ട് പോയിട്ട് വരണം. നിസാനും പോയി, സകല ആൾക്കാരും പോയി. അപ്പോൾ ഞാനും കാക്കയും ഒറ്റക്കായി. കാക്കക്ക് നല്ലൊരു വെയിറ്റിംഗ് ഷെഡ്യൂളുണ്ടേ ഇരിക്കാനേ. പക്ഷേ ആ പൈപ്പിന്മേലൊന്നും പോയി ഇരിക്കാൻ വയ്യ കേട്ടോ. നല്ല തണുപ്പാണ്. ഐസുമ്പോൾ പോയി ഇരിക്കണവരുണ്ട്. നല്ല തണുപ്പ് തുടങ്ങി. നല്ല മഞ്ഞ് കോടൊക്കെ ഇങ്ങനെ ഇറങ്ങൽ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നല്ല കോടാവും. അപ്പോൾ നമ്മൾ ഈ ലോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അടുത്ത പുതിയൊരു ലോഡ്, പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. നിർദ്ദേശങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.